അച്ഛൻ ഈ കാർ മൊത്തം കഴുകാൻ പറഞ്ഞാ ഓക്കെ. ഇത് നീ ടയർ എന്നെ കൊണ്ട് കഴിക്കുന്നത്. ടയറിനും വൃത്തിയായിട്ട് നടക്കണമെന്ന് ആഗ്രഹം കാണത്തില്ലടാ. ഇത് തന്നെയല്ലേ ചെളിയിലോട്ട് പോകാൻ പോകുന്ന വഴി ഇറങ്ങുമ്പോ. ഞാൻ നിന്റെ അച്ഛമ്മയോട് ഒരു 5000 രൂപ സഹായം ചോദിച്ചപ്പോൾ നീ എന്താ പറഞ്ഞത്? 500 രൂപ എനിക്ക് തന്നാൽ മതി, ഞാനെല്ലാം ചെയ്തോളാം അല്ലേ? ഞാൻ ചിലപ്പോൾ ടയറും കഴിക്കും, റോഡും കഴിക്കുന്നതിനും. ഓഹോ, അച്ഛൻ പക പോക്കും അല്ലേ എന്നോട്? ഉറപ്പായിട്ടും പക പോക്കുക. പ്രകാശി, നിങ്ങളിവിടെ വണ്ടിയും കഴുകിക്കൊണ്ടിരിക്കണോ? ഈ നാട്ടിൽ നടക്കുന്ന സംഭവം ഒന്നും നിങ്ങൾ അറിയണില്ലേ? അച്ഛന് വീട്ടിലെ കാര്യം നോക്കാൻ നിലയില്ല, അപ്പോഴാ നാട്ടിലെ കാര്യം. എന്നാലേ കേട്ടോ, നിങ്ങളുടെ ഈ വീട്ടിലൊരാള് കാരണം നാട്ടിൽ മുഴുവൻ പ്രശ്നമായിക്കൊണ്ടിരിക്കുവന്ന്. ഡേയ്, നീ വീട്ടിലെ അലമ്പ് കഴിഞ്ഞ് നാട്ടിലിറങ്ങി അലമ്പാക്കി തുടങ്ങിയ? അയ്യോ, അവനല്ല പ്രശ്നം ഉണ്ടാക്കിയത്, നിങ്ങളുടെ അമ്മയാണ് പ്രശ്നം ഉണ്ടാക്കിയത്. അമ്മയാ? ഈ അച്ഛമ്മയ്ക്ക് എന്താ ഇപ്പൊ നാട്ടുകാരെ കൂടെ ശല്യപ്പെടുത്താൻ പോകണം? ഇപ്പോഴും നിങ്ങളുടെ നമ്മുടെ ആ കശാപ്പുകാരനില്ലേ മത്തായി, പുള്ളിക്കാരൻ ഒരു പോത്തിനെ കൊണ്ടുവന്ന് നിങ്ങളുടെ പറമ്പിൽ കെട്ടി. എടാ, എന്നോട് ചോദിച്ചിട്ടാടാ കെട്ടിയത്, ഞാൻ കെട്ടിക്കോളാൻ പറയുകയും ചെയ്തു. എന്നാ ആ പോത്തിന് നിങ്ങളുടെ അമ്മ ഒന്ന് കയറുവരി വിട്ടെന്ന്. പോത്ത് വരണ്ടോടി നാട്ടിൽ മുഴുവൻ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതെന്താണ് അത് കേട്ടപ്പോ നിങ്ങൾ ചിരിക്കണേ? ഈ അമ്മയുടെ ഓരോ തമാശകൾ ഓർത്ത് ചിരിച്ചു പോയതാ. അമ്മയുടെ തമാശ ചെന്ന് നോക്ക്, പോത്തും പോത്തിന്റെ പുറകെ ഒരു 10-20 പേര് ഓടിക്കൊണ്ടിരിക്കുകയാണ്. കൃഷിയൊക്കെ നശിപ്പിക്കൂലേ പോകുന്ന വഴി? ഇല്ലടാ, കൃഷിക്ക് എന്ന് പോത്ത് കാവലിരിക്കും. ശിവൻ ഇത് എന്നെ ഈ പറയണത്? ഞാനെന്നീ പോത്തിനെ പിടിച്ചോട്ടാൻ പോവാ. നീ എന്നെ കാണിക്കാൻ അവിടെ പോയിട്ട്? അച്ഛല്ലേ, പാവം കൃഷിക്കാരും എല്ലാം നശിപ്പിച്ചു കഴിഞ്ഞാൽ ആ പ്രാക്കൊക്കെ നമുക്ക് കിട്ടൂലേ? കിട്ടും കിട്ടും. ഞാൻ പോട്ടെ എന്റെ പൊന്നെ. എടാ പയ്യപ്പോടാ. എടാ, ഇവൻ അവിടെ പോയിട്ട് എന്ത് ചെയ്യാനാടാ? ഇവനങ്ങ് ചെല്ലുമ്പോഴേ സരസ്വതിയമ്മയുടെ കുടുംബത്തിൽ നിന്ന് വന്ന ആളാന്ന് അറിയുമ്പോൾ യവനെ ആദ്യം നാട്ടുകാർ പിടിച്ചു കിട്ടും. നിങ്ങൾ ഞാൻ ആലോചിച്ചിട്ട് കണ്ട അമ്മയുടെ അടുത്തേക്ക് ചെല്ലു, കാര്യങ്ങൾക്ക് വല്ല തീരുമാനം ഉണ്ടാക്ക്. നീ കൂടെ വാ. ഞാനാ? നീ വാ അങ്ങോട്ട്. എന്നെ കാണുമ്പോ പോത്തിനെ നീ പറഞ്ഞു കൊടുത്താ മതി. ഞാൻ എന്നാ പറഞ്ഞു കൊടുക്കണേ? നീ എന്തിനാടി ചിരിക്കുന്നിരുന്നോട്? നീ എന്തിനാ ചിരിക്കുന്നെന്ന്? അച്ഛമ്മ ഒരു സിനിമ കണ്ട് ചിരിച്ചതാ. ഇതിനകത്തെ ഒരാള് പശുവിനെ അഴിച്ചു വിട്ട് അതിന്റെ പുറകെ പോവാൻ കുറെ നാട്ടുകാരും. നിനക്ക് വേറൊന്നും കാണാനില്ലേ? ഓരോ പണി ഒപ്പിച്ചിട്ട് വന്നിരിക്കുന്ന ഇരിപ്പുണ്ട്. നിങ്ങൾ അവരുടെ ഇരിപ്പ് നിപ്പ് നോക്കാന്ന് വന്ന കാര്യം കൂടി ചോദിക്കും. അമ്മ എന്തിനാ അമ്മ അതിന്റെ കെട്ടഴിച്ചു വിട്ടത്? നമ്മുടെ പുറമേന്ന് പോത്തിന്റെ കെട്ടൊന്നും ഞാനൊന്നും അഴിച്ചു വിട്ടിട്ടില്ല. അതിന് പോത്താന്ന് ഇവിടെ ആരും പറഞ്ഞില്ലല്ലോ. അയ്യോ, എടാ പോത്തുകളെ, ഞാൻ എന്റെ പറമ്പ് നോക്കാൻ ചെന്നപ്പം അവിടെ ഒരു പോത്ത് നിന്ന് പുല്ല് തിന്നുന്ന കണ്ടു. എനിക്ക് എന്റെ പറമ്പിൽ നിന്ന് പുല്ല് നിന്ന് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ അതിനെ അങ്ങ് അഴിച്ചു വിട്ടു. അതിനിപ്പോ എന്നാ? അമ്മ അവരെന്നോട് ചോദിച്ചിട്ടാ പോത്തിനെ കൊണ്ട് അവിടെ കെട്ടിയത്. അതിന് നിന്നോട് ചോദിക്കാൻ നിന്റെ പറമ്പൊന്നും അല്ലല്ലോ, അതെന്റെ പറമ്പല്ലേ. നിങ്ങൾ ഈ പോത്തിനെ അയച്ചോട്ടെ, അത് ആരുടെ പോത്താന്ന് നിങ്ങൾക്ക് അറിയാവോ? ആരാ? എനിക്ക് എന്താ? ആരുടെയും ഒരു പ്രശ്നമില്ലേ? എനിക്കൊരു പ്രശ്നമില്ല. അതാ കശാപ്പുകാരൻ മത്തായിയുടെ പോത്താണോ? അവന്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയാലോ. അവന്റെ പോത്താണോടാ? ആ, അയ്യോ, പുള്ളി ഭയങ്കര സീനാണല്ലോ. പിന്നല്ലാതെ. അച്ഛമ്മയുടെ കാര്യം തീർന്നു. പുള്ളിയേ പോത്തിനെ മാത്രല്ല മനുഷ്യനെ വെട്ടാനും മടിയില്ലാത്ത മനുഷ്യനാ. അച്ഛാ, ഇത് ചോരക്കളിയാവും. കായക്കളി. അതിന് ഞാനല്ലല്ലോ പോത്തിനെ അഴിച്ചു വിട്ടത്. അഴിച്ചു വിട്ടാൽ ദേ ഇരിക്കുന്ന അനുഭവിക്കട്ടെ. അതിന് അച്ഛമ്മ എന്തിനാന്ന് സൂക്ഷിക്കുന്നത്? അച്ഛനാണ് ഈ വീട്ടിൽ എപ്പോഴും പുറത്തോട്ട് ഇറങ്ങിപ്പോട്ടെ. അച്ഛൻ സൂക്ഷിച്ചോ? അത് മോള് പറഞ്ഞാലും കാര്യമുണ്ട് കേട്ടോ. അമ്മേ, ഇതിന്റെ പേരിൽ എന്റെ മേത്തുനിന്നെങ്ങാനും ഒരു തുള്ളി രക്തം പൊടിച്ചോ ഞാൻ കാണിച്ചു തരാം. നാണമില്ലാതെ ആണാണെന്ന് പറഞ്ഞ് നടക്കുന്നു. ഞാനെന്തിനാ കാണിക്കുന്നത്? ഞാൻ കൊള്ളരായ്മയൊന്നും കാണിക്കുന്നില്ലല്ലോ. എന്റെ അമ്മ, നിങ്ങൾ എന്തിനാ അമ്മ ആ പോത്തിനെ അഴിച്ചു വിട്ടത്? വേറെ എന്തോരം ജീവി ആ പറമ്പിൽ കൂടെ ഒക്കെ നടക്കണ്ടായിരുന്നു. പോത്തിനെ അഴിച്ചു വിട്ട് ഇത്ര തെറ്റാ? അനുഭവിച്ചോ നീ? പട്ടപ്പോട്ടും തൊട്ട് നടക്കണം. ഞാൻ പോട്ടോട് നിൽക്കാനാടാ? തൊടാൻ തലയുണ്ടാവണ്ടേ? കഴുത്തിന് മേളിലോട്ടൊന്നും ഉണ്ടാവില്ല. ആര് വന്നാലും എനിക്കൊരു പേടിയില്ല. എനിക്ക് ഒരു ചുക്കുമില്ല, എന്നെ ആരും ഒന്നും ചെയ്യത്തൂല്ല. മത്തായി വന്നാലും നിങ്ങൾക്ക് പേടിയില്ലേ? മത്തായി അല്ല, മത്തായിയുടെ അപ്പം വന്നാലും എനിക്ക് പേടിയില്ല. അതെ, അവന്റെ കയ്യിൽ കത്തി മാത്രല്ല വടിവാളും ഉണ്ട്, ഓർത്തിരുന്നോ? ഓടാ പോത്തെ, പേടിപ്പിക്കാനിട്ടുണ്ടായിരിക്കുന്നു. അച്ഛാ, അച്ഛമ്മ അങ്ങനെ പലതും പറയും. അച്ഛൻ സൂക്ഷിച്ചോ? മോള് പറഞ്ഞാലും കാര്യമുണ്ട്, ഒന്ന് സൂക്ഷിക്കേണ്ടി വരും നിങ്ങള്. അച്ഛന്റെ കൂട്ടുകാരന് സൂക്ഷിച്ചോ? ഞാനാ? പിന്നല്ലാണ്ട്. അയ്യോ പ്രകാശി, ആ കൊച്ചു പറഞ്ഞ് പ്രഷർ കയറ്റുവാണല്ലോ. വന്നേ, ചെല്ലി ചെല്ലി വാ വാ വന്നേ. സിനിമയെക്കാളും കോമഡി ഇവിടെ നടക്കുന്നതൊക്കെ.